അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു പരിശീലകനെ സൈൻ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ആയിരുന്നു ആ സൈനിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. മിഗേൽ സ്റ്റെഹറിനെയാണ് പരിശീലനമായിട്ട് നിയമിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു മികച്ച കോച്ചിങ് കരിയർ തനിക്കുണ്ട്. താൻ 4 കിരീടം നേടിയിട്ടുണ്ട് ഓൾറെഡി. എന്തായാലും തനിക്ക് കഴിഞ്ഞ 12 വർഷങ്ങളായിട്ട് കിരീടമില്ല, എല്ലാവരും പറഞ്ഞ പോലെ. അതാണ് ആരാധകർക്ക് ചെറിയ ഒരു വിഷമം വരുന്നത്. കാരണം ഈ ഒരു കോച്ചിനെ എല്ലാ ആരാധകരും ഏറ്റെടുത്തിട്ടില്ല. കാരണം ഈ 12 വർഷമായിട്ട് ഒരു കിരീടം പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും അത് കേരള ബ്ലാസ്റ്റേഴ്സിലായിരിക്കുമോ? എന്തായാലും അടുത്ത സീസണിൽ തനിക്ക് 2 പ്ലേയേഴ്സിനെ കിട്ടും. അത് നോവാ സദോയും ലൂണേനെയാണ്. എന്തായാലും താൻ എങ്ങനെ നോവാ സദോവിനെ കളിപ്പിക്കും? അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ. ഇവാൻ കളിപ്പിക്കാതെ അഡ്രിയാൻ ലൂണ നമ്മൾ ISL എതിരായിട്ട് കണ്ടിട്ടില്ല. എന്തായാലും ഇവാന് പകരം മിഖേൽ നല്ല രീതിയിൽ ലൂണയെ കളിപ്പിക്കുമെന്നുള്ള കാര്യം സംശയമാണ്. ഇവാൻ ഒരു ഫ്രീ റോളാണ് ലൂണയ്ക്ക് നൽകിയിട്ടുള്ളത്. പിന്നെ മിഖേൽ എങ്ങനെയാണ് കളിപ്പിക്കുന്നത്? തൻ്റെ ഫോർമേഷൻ 3-4-3 ഒക്കെയാണ്. ഇതൊരു മികച്ച പരിശീലനം തന്നെയാണെന്ന് തന്നെ പ്രതീക്ഷിക്കാം. താൻ വളരെ വലിയ ആവേശത്തിലാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും അടുത്ത ദിവസം ഒരു കപ്പെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് നേടട്ടെ. 1-ലധികം കപ്പ് നേടിയാലും അത് നല്ലൊരു കാര്യം തന്നെയായിരിക്കും. 11 വർഷങ്ങൾക്ക് ശേഷം 2 കപ്പ് അല്ലെങ്കിൽ 1 കപ്പ്